മക്കളെ നമുക്ക് ഇന്നും ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ ഇപ്പം റോഡ് ബ്ലോക്ക് ആക്കിയിട്ടാണുള്ളത്. ജസ്റ്റ് ഒരു ഈവനിങ് ബ്ലോഗിന് വേണ്ടി ഇറങ്ങിയതാണ്. ആ കാണുന്ന കെട്ടിടം കണ്ടോ, അതാണ് ഗുരുദ്വാര. സിഖ് മത സ്ഥാപകനും സിഖ് മതത്തിലെ ആദ്യ ഗുരുവുമായ ഗുരു നാനക് അദ്ദേഹത്തിൻ്റെ ഗുരുദ്വാരയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ത് പറഞ്ഞാൽ എന്താ, നല്ലൊരു കാഴ്ചയാണ്. കാരണം വെച്ചാൽ അസ്തമയ സൂര്യനും ഈ ഗുരുദ്വാരം എല്ലാം കൂടി കാണുമ്പോൾ അതിമനോഹരമാണ്. ഇവിടെ വിസിറ്റേഴ്സിനെ അലൗഡാണ് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആരെങ്കിലും ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ബോക്സിൽ കാണാൻ പറ്റും ഒരു തലക്ക് കെട്ടുന്ന തുണികൾ, അത് കെട്ടുക. അതിന് കൂടെ തന്നെ ഷൂ കഴിച്ചിട്ട് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഗുരുദ്വാരയിൽ നിന്നും ഇറങ്ങി നേരെ പോയത് മഹാരാജ ഹരി സിംഗ് ജി പാർക്കിലേക്കാണ് പോയത്. തൊട്ടടുത്ത് തന്നെയാണ്, ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ നടക്കാനുള്ളൂ. ഇവിടെ നല്ല ഗാർഡനും കാര്യങ്ങളാണുള്ളത്. ഈവനിങ് വന്നുകൊണ്ടായിരുന്നു തോന്നും. നല്ല അടിപൊളി കളർഫുള്ളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അതേപോലെ ഫോട്ടോഷൂട്ടിനെ പറ്റിയതാണ്. അതുപോലെ ഇവിടെ ഒരു പ്രതിമ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ രാജാവിൻ്റെ പ്രതിമയാണെന്ന് തോന്നുന്നു. അതായത് നേരത്തെ പറഞ്ഞില്ല, മഹാരാജ ഹരി സിംഗ് രാജാവ്, പുള്ളിയുടെ ഞാൻ തോന്നുന്നു. അതായത് ജമ്മു കാശ്മീരിലെ അവസാന രാജാവ്, നാട്ടുരാജാവ് ഉണ്ടല്ലോ, അതിലെ അവസാന രാജാവാണ്. പിന്നെ പോരായിട്ട് ഇവിടെ കുറേ ഫ്ലവേഴ്സാണ്, ഇഷ്ടംപോലെ ഫ്ലവേഴ്സിനെ കൊണ്ടാണ് ഇവിടെ എന്താ പറയുക ഭംഗീകരിച്ചിട്ടുള്ളത്. അത് വേറൊരു കഴിവ് തന്നെയാണ് കേട്ടോ. നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഫ്ലവേഴ്സിൻ്റെ ഏരിയയിൽ നിന്നെല്ലാം മാറി ഇനി കുട്ടികൾ കളിക്കുന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നാട്ടിലെ പോലെ തന്നെയാണ് സംഭവം. പക്ഷെ ബിലാൽ ഇവിടെ നിന്ന് ഓടിക്കളിക്കുന്നുണ്ട്. അവനക്ക് ഊരണ്ടായിട്ട് പോയതാണെന്ന് തോന്നുന്നു. പക്ഷേ അവിടെ എല്ലാം വെള്ളം കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ നല്ല മഴ പെയ്തത് കൊണ്ട് ഇതാ ഫുള്ള് ചളിയാണുള്ളത്. അതുകൊണ്ട് ബിലാലിനോട് ഊരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും ചളിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ മഴ പെയ്തതാണല്ലോ, അതുകൊണ്ടാണ് പ്രശ്നം. സത്യത്തിൽ ബിലാലിന് എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. കാരണം ഊരണം എന്നുണ്ട്, പക്ഷേ നേരെ ചളിയിലേക്ക് വരാൻ. കാരണം ഇവിടുത്തെ കുട്ടികൾ, ജമ്മുവിലെ കുട്ടികൾ ഊരുകയെല്ലാം ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഉള്ളതിൽ ഇൻട്രസ്റ്റ് കൂടുതലാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ചളിയിൽ കളിക്കണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ഡെസ്പാകുന്നത്. എന്താ ചെയ്യുക. ഇതൊരു വേറെ കാഴ്ചയാണ് കേട്ടോ. അത് തൊട്ടടുത്ത് തന്നെയാണ് നദിയാന്ന് തോന്നും. പക്ഷേ വെള്ളമൊന്നുമില്ല. പരുന്തുകൾ വട്ടിട്ട് പറക്കുന്നുണ്ട്. എന്തെല്ലോ സംഭവങ്ങൾ കിട്ടുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. ഈ വേസ്റ്റെല്ലാം എടുക്കേണ്ടിയിട്ടാന്ന് തോന്നുന്നു വന്നിട്ടുള്ളത്. കുറേ കൂടുതലും പരുന്ത് ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ജമ്മു കാശ്മീരിലെ 2ാം ദിവസം കംപ്ലീറ്റ് ചെയ്യുകയാണ് ഇന്നത്തോടെ. നാളെ രാവിലെ ശ്രീനഗറിലേക്ക് പോകണം. ശ്രീനഗറിലെ റോഡ് ഓപ്പൺ ആയെങ്കിൽ മാത്രമേ പോകാൻ കഴിയൂ. ഇപ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഉള്ളത്. നമ്മളെ പ്ലാൻ ചെറുങ്ങനെ ചേഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ശ്രീനഗറിലേക്കുള്ള പോകാനുള്ള റോഡ് ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് മണാലിയിലേക്കാണ് ഇപ്പം പോകുന്നത്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് മണാലിയിലേക്ക് പോകുന്നത്. കാരണം വെച്ചാൽ ഒരു പാക്കേജോ കാര്യങ്ങളോ തന്നെ ഒന്നും നോക്കിയില്ല. ഇപ്പം ജസ്റ്റ് ഒരു ടിക്കറ്റ് എടുത്തതെന്ന് വെച്ചാൽ ഓൺലൈനിലാണ്. മൈ ട്രിപ്പ് എന്ന ആപ്പിലൂടെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 889 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. 4 പേരാണ് പോകുന്നത്. പിന്നെ കൂടാതെ എന്ന് വെച്ചാൽ നാട്ടിലെ ആനവണ്ടി പോലെ തന്നെ ഹിമാചൽ പ്രദേശിലെ ആനവണ്ടിയല്ല, അവരെ ഹിമാചൽ പ്രദേശിൻ്റെ ബസ്സിലാണ്, അവരുടെ സ്റ്റേറ്റ് ബസ്സിലാണ് പോകുന്നത്. ജമ്മുന്ന് വിട്ടത് ഉച്ചക്ക് 2:30 വിട്ടത്. ഇപ്പോൾ ഏതാണ്ട് വൈകിട്ടായി. ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ പത്താൻകോട്ട എന്നുള്ള സ്ഥലത്താണ്. അവിടുത്തെ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. രാത്രി ആകുമ്പോഴത്തേക്ക് ചുരലും കയറുന്ന പോലെ കയറിയിട്ടുണ്ട്. പക്ഷെ ഒരു പേടിയാകുന്നുണ്ട്. കാരണം അങ്ങനത്തെ പോക്കാണ് പോകുന്നത്. ടേണിംഗ് എല്ലാം എന്ന് വെച്ചാൽ സ്പീഡിൽ തന്നെയാണ് ടേൺ ചെയ്യുന്നത് കേട്ടോ. സ്പീഡ് അത്ര വലിയ കുറക്കുന്നൊന്നുമില്ല. പക്ഷേ നേരെ താഴേക്ക് എന്താ പറയുക, ഉരുക്കെട്ടി വീഴണമെങ്കിൽ എല്ലാം ചടപടായി പോകും. അങ്ങനത്തെ പോക്കാണ് പോകുന്നത്. പക്ഷേ നല്ല അടിപൊളി ഡ്രൈവറാട്ടോ, നല്ല എക്സ്പീരിയൻസ് ഡ്രൈവറാണ്. പുള്ളിയുടെ ഡ്രൈവിങ് പറയേണ്ടത് തന്നെയാണ്. ഇത് നിങ്ങൾ ആകെ ഒരു ബസ്സിന് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. പിന്നെ പോരായിട്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ നേരെ താഴെ ഡാമാണ്.
അത് ബസ് വീണ നേരെ ഡാമിലേക്ക് വീഴാന്ന് ചുരുക്കം. അങ്ങനത്തെ പോക്ക ഇയാൾ പോകുന്നത്. എതിരെ വന്ന വണ്ടിക്കൊരു സൈഡ് കൊടുത്ത രംഗായി കാണുന്നത്. അത്രയും കഷ്ടമാണ് ഇതിലൂടെ പോകുന്നത്. ഇപ്പോൾ ടണലെല്ലാം പുതിയതായിട്ട് ടണലെല്ലാം വരുന്നുണ്ട് കേട്ടോ. അതാണ് കുറച്ചും കൂടി സ്പീഡിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. അതിൻ്റെ സൈഡിലൂടെ ഞങ്ങൾ പോകുന്നത്. മക്കളെ എങ്ങനെ നമ്മൾ മണാലി എത്തിയിരിക്കുന്ന മണാലി ഇറങ്ങിയ പാടുള്ള കാഴ്ച ഇത് മഞ്ഞ വീണിട്ട്. നമ്മൾ ബസ്സിൽ നിന്ന് തന്നെ ഒരു പാക്കേജെല്ലാം ആക്കി അങ്ങനെ ഡ്രൈവർ വന്ന് നമ്മളെ പിക്ക് ചെയ്ത് നമ്മളെ റൂമിലേക്ക് പോകുന്നതാണ്. വണ്ടിക്ക് വേണ്ടി ഇങ്ങനെ കാത്തുനിന്നായിരുന്നു. നല്ലോണം തണുത്ത് പറിച്ചിട്ട് കേട്ടോ സത്യത്തിൽ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. റൂമിലേക്ക് പോകുന്നതാണ്. റൂമാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കാട് പ്രദേശത്താണ് നമുക്ക് കിട്ടിയ റൂം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. മക്കളെ അങ്ങനെ നമ്മൾ റൂമിലെത്തി. ഏതാണ്ട് 6 മണി 6:30 റൂമിലെത്തുന്നേരം. അതുകൊണ്ട് നേരെ ഏതാണ്ട് വെളുത്ത് തുടങ്ങി. എന്നാലും കാണുന്ന കാഴ്ച ഉണ്ടെങ്കിൽ റൂമിന് നേരെ മുന്നിൽ, അതായത് ബാൽക്കണിയിൽ നിന്നാൽ കാണാൻ പറ്റുന്നതാണ് മഞ്ഞുമല. എന്താ അടിപൊളിയല്ലേ. ഇതിൻ്റെ വിഷ്വൽ നമ്മൾ രാവിലെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനും ബില്ലും കൂടിയിട്ട് ഹീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ചൂടാക്കിയാണ്. കാരണം തണുത്ത് പറിച്ചിട്ടാണുള്ളത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കട്ടെ വെച്ചിട്ട് രണ്ടാളും ഒന്നിച്ചിട്ട് നിന്നതാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. എല്ലാവരും അതുവരെ എല്ലാവരും വാച്ച് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. വെൽക്കം ടു മണാലി.